ഹായ് ഗോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് വ്ളോഗാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമാണല്ലോ, സോ കുറച്ചധികം പണി ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വലിയ മിസ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് പക്ഷേ ഇതിലാണ് ധന്വന്തരതയിലും വലിയ മിസ് ഞങ്ങൾ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിന്റെ തലേ ദിവസം എന്നാണ് ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഓണത്തിന്റെ തലേന്നല്ല ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ, കർക്കിടക മാസത്തിന്റെ അവസാനത്തെ ദിവസം, ചിങ്ങം തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് അഞ്ചും പിഞ്ചും കളയാന്നൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്നത്. തെറ്റിപ്പോയി, എന്ത് ചെയ്യാം. ഞാനിത് അങ്ങനെ ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ഒന്ന് ഒതുക്കി പറക്കാം എന്നും പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പെട്ടിന് വൈകി. എന്നാലും കുഴപ്പമില്ല, മൊത്തത്തിൽ ക്ലീൻ ചെയ്യാം. നാളെ ഉത്രാടമാണ്. ഞാൻ മേ ബി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഉത്രാടത്തിന്റെ അന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് നമ്മുടെ ഫ്ലാറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിനകത്ത് എന്ത് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഫുഡ് കഴിക്കുന്നത് ബെഡിൽ ഇരുന്നിട്ടാണ്, അതിന് ആ ശീലം മാറ്റണം, പിള്ളേർക്ക് അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ആകെയുള്ള സ്പേസ് എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലീനിങ് കൂടെ നടക്കുമല്ലോ. കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒതുക്കി പറക്കി വെച്ചു കേട്ടോ. ഇപ്പൊ ബാക്കിയുള്ളൂ തുണി എടുത്തിട്ടെ. ഒരുവിധം എന്റെ പണി കഴിഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് ഒതുക്കി പറക്കി വെച്ചു. പിന്നെ ഇതിന്റെ താഴെയെല്ലാം തുടച്ച് നിറച്ച് പാറ്റയാണ്, മൊത്തം പൊടിയും കാര്യങ്ങളും ഒക്കെയാണ്. പാത്രങ്ങളെല്ലാം എടുത്ത് ഇന്നലെ ഞാൻ അതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എടുത്ത് കഴുകി ഇനി എല്ലാവരും ഒന്ന് അതിൻ്റെ അകത്ത് ഞാൻ തുടച്ചു. അത് തുടച്ചു തുടങ്ങുമ്പോഴത്തേനും മോപ്പ് ഒടിഞ്ഞു പോയി. ഒരു മോപ്പ് കട്ടിലിൻ്റെ കീഴിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് വലിച്ച് പുറത്തെടുത്തിട്ട് വേണം ബാക്കി ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും എടുക്കാനൊക്കെ ഉള്ളത്. പിന്നെ പാത്രങ്ങളെല്ലാം ഇഷ്ടംപോലെ പാത്രങ്ങൾ വെളിയിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എടുത്ത് അകത്താക്കി. ഒരു 3-4 കപ്പും കൂടെ കാണാനുണ്ടായിരുന്നു, എല്ലാം കാണുന്നില്ല. പിള്ളേര് കുളിക്കുന്നു. ഗോകുവിനെ നേരത്തെ കടയിൽ പോയി. നാട്ടിൽ ഓണമല്ലേ, അപ്പൊ എല്ലാവർക്കും പൈസയൊക്കെ അയച്ചു കൊടുത്ത്. ഗോകുവിന്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഡ്രസ്സൊക്കെ ഞാൻ ഗോകുവിന്റെ അനിയത്തി അമ്മാമ്മയ്ക്ക്, എൻ്റെ അമ്മാമ്മയ്ക്ക് ഉള്ളതും പിന്നെ ഗോകുവിന്റെ വീട്ടിലേക്കുള്ളതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മാമ്മയുടെ ഇപ്പോൾ അന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ ഓണത്തിന്റെ പങ്ക് കല്യാണം കഴിഞ്ഞൊക്കെ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ ഓണം കല്യാണം കഴിഞ്ഞിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഒരുമിച്ച്. ഉണ്ട് പിറ്റേ വർഷം ഒരു വെട്ട കാശി ജനിച്ച ആ ഒരു സമയത്ത്. കാശി ജനിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശി ജനിച്ചിട്ട് 16 ദിവസം കണ്ടേ ആയിട്ടുള്ളത്. അതുകൊണ്ടിട്ട് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ ഓണത്തിന് കാശി ജനിച്ചിട്ട് രണ്ടാമത്തെ ഓണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലടെ ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. എല്ലാ ഓണത്തിനും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രണ്ടാമത്തെ ഓണമായപ്പോ ഫിനാൻഷ്യൽ ക്രൈസിസ്, പൈസയുടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു. ഒരു ചേച്ചി ക്യാഷ് പിടിച്ചുകൊണ്ട് അധികം പിടിച്ചുപോയി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ആഘോഷമൊക്കെ കണക്കായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഒന്നും ഡ്രസ്സ് എടുപ്പോ കാര്യങ്ങളോ ഒന്നും കല്യാണം കഴിഞ്ഞിട്ട് ആർക്കും എടുത്ത് കൊടുപ്പോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കര വിപുലമായിട്ടൊന്നും നടന്നൊന്നുമില്ല. തിരിച്ച പൈസ എല്ലാവർക്കും ഇട്ട് കൊടുത്തു. അടുത്ത വർഷം ദൈവം സഹായിച്ച് നല്ല രീതിയിലായിരുന്നു. സ്റ്റെബിലിറ്റി ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം തമ്പുരാൻ്റെ കയ്യിലിരിക്കുക ബാക്കിയുള്ളതൊക്കെ. നമ്മൾ വിചാരിക്കണമെങ്കിൽ എല്ലാം ഒന്നും നടക്കണമെന്നില്ലല്ലോ. പിന്നെ ഇവിടത്തേക്ക് ഞങ്ങൾ ഇന്നലെ ഡേ ടു ഡേ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ അവിടെ നല്ല ഡ്രസ്സിന്റെ കളക്ഷൻ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കളക്ഷൻ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ പോയി അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കുള്ള ഡ്രസ്സ് ഓൾറെഡി എടുത്ത് വെച്ചു. പിന്നെ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടൊരു കുർത്തിയും കൊണ്ട് ഞാനിവിടെ KM
അമ്മയുടെ കൂട്ടുകാരിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് അന്നേരം ഞാൻ പോയി KM കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൂഗിളിന് വൈകുന്നേരം ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പം മാർക്കൻസൈഡിൽ പോകാൻ ഞാൻ പറഞ്ഞു മാർക്കൻസൈഡിൽ പോകണ്ട, നമ്മളിവിടെ ബംഗാളി മാർക്കറ്റ് ഉണ്ട്, ഇല്ലാതെ വാട്ടർ ബോട്ടില്ല, ബംഗാളി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ചന്ത പോലെ ഉണ്ടാവും. അപ്പം അവിടെ പോയാൽ അത്യാവശ്യം നല്ല ലാഭത്തിന് സാധനം വാങ്ങാൻ പറ്റും. അപ്പം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് അവിടെ പോവാന്ന്. പിന്നെ ആശാന്റെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതേളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ അവിടെ പോകുന്ന പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ മേടിച്ചു വെക്കണം. പിന്നെ അരുൺ ചേട്ടന് എന്നാണ് നാളെ മറ്റന്നാളോണം തോന്നുന്നു, ഇന്നാണല്ലോ അവധി, ഇന്ന് ഞായറാഴ്ച. അപ്പം ഇന്നാണ് പുള്ളിക്കാരൻ്റെ അവധി. അപ്പം അത് നോക്കിയിട്ട് പൂ മേടിക്കാൻ പോകണം. പൂവ് ഇവിടെ ഈ പൂജ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ പൂവൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ അല്ലാതെ ചിലരെയൊക്കെ ഞാൻ ഇവിടെ നടന്ന് പറിച്ചുകൊണ്ട് വരും. നാട്ടിലെ കണക്കല്ലേ, എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഒതുക്കി പറക്കാൻ നോക്കുമ്പോഴത്തേനെ എല്ലാം പറക്കി ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അമ്മയിൽ കുളിക്കുന്നതുകൊണ്ട് സമാധാനമായിട്ടൊന്നും ചെയ്യും. ഞാൻ ഗോകുലോട് വരാൻ പറഞ്ഞു. കാര്യം വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ആപ്പിച്ച് വന്നു കഴിഞ്ഞാലേ ഈ കട്ടിലൊന്ന് പിടിച്ച് മാറ്റിയിട്ട് കട്ടിലിൻ്റെ അടിയിലൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. നിറച്ച് പാറ്റയായി. പാറ്റനെ ഓടിക്കാൻ പല വഴികളും നോക്കി, ഒന്നും നടക്കുന്നില്ല. ഏതോ ഒരു മരുന്ന് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്കുച്ച് അത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ആക്കുച്ചത് പറയുന്നത് ഗോകുലിനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാ കൊല്ലവും വീട്ടുകാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം വീട്ടിലായാലും ചേട്ടത്തിയും വല്യമ്മച്ചയൊക്കെ ഉണ്ട്. അപ്പം അവർ തന്നെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നും അറിയണ്ട, ഞാൻ എൻ്റെ റൂം മാത്രം ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അതൊന്നും അറിയണ്ട. അന്നേരം ഞാൻ എൻ്റെ റൂം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ബാക്കി എല്ലാം അമ്മ ചെയ്യുമായിരുന്നു. സത്യത്തിൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് മടിച്ചായി. ഇപ്പം മടിയൊന്നും ഇല്ല കേട്ടോ. എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും. എന്നോട് എന്ത് പറഞ്ഞാലും ഇപ്പം ഞാൻ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും നമ്മൾ ശരിയാവും. അമ്മ അടുത്ത മാസം 5-ാം തീയതി ആകുമ്പോഴത്തേക്കും വരുമായിരിക്കും. അടുത്ത മാസം ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ കല്യാണമായിരുന്നു. അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. തലേദിവസമൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. നമ്മൾ ഈ എഗ്രോടൊക്കെ ആയിരിക്കും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കല്യാണങ്ങളും ഉത്സവങ്ങളും ഓണമൊക്കെ വരുമ്പോഴത്തേന് എല്ലാവരെയും കൂടെ കൂടാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അമ്മ പണ്ടൊക്കെ വീഡിയോ നമ്മൾ ഓണത്തിനൊക്കെ വിളിച്ചിട്ട് കരയും. അപ്പം അമ്മ എന്തിനാ കരയുന്നത്? ഇപ്പല്ലേ മനസ്സിലാവുന്നത്. എല്ലാം മിസ് ചെയ്യും. അതുകൊണ്ടിട്ടാണ് കരച്ചിൽ വരുന്നത്. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ പണി നടക്കും. എൻ്റെ ഇവിടുത്തെ പണി നടക്കുമല്ലോ. നിറച്ച് പൊടിയെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വട്ടം എങ്ങാണ്ടേ ഉള്ളൂ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. വന്നനൊക്കെ ഇവിടെ ഇപ്പോൾ വന്നിട്ട് 6 മാസമായി. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒരു വട്ടം ക്ലീൻ ചെയ്തതുള്ളൂ. 3-4 മാസമായി. ഓണം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആഘോഷം തന്നെയാണ്. അതിനിപ്പോൾ ഏത് രാജ്യത്തായാലും ശരിയാണ്. ഈ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല കേട്ടോ. അടുത്ത വർഷം എനിക്ക് ഓണത്തിന് നാട്ടിൽ അയക്കണം എന്നാണ് ആഗ്രഹം. ഇവർക്ക് ആഘോഷങ്ങളും അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുപോകല്ലതാ. അയ്യോ, എത്രയെപ്പോഴും ഞാൻ കുഴഞ്ഞ് ഇതിനകത്ത് കുഴഞ്ഞ് ഈ കത്തിയും കടായൊക്കെയാണ് വിഷയം. ഗ്ലാസ്സൊക്കെ ആവശ്യം വരും. ആരൊക്കെ ഓണത്തിന് ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും അറിയാൻ വയ്യ. കാര്യം
സമയത്തായിരിക്കും ഗൂഗിൾ പറയുന്നത് ഇന്നാളുണ്ട് ഇന്നാളുണ്ടെന്ന്. ഞാൻ അതുകൊണ്ടിട്ട് എപ്പോൾ ഫുഡ് ആക്കിയാലും കൈ കഴിയുന്നു. ഇച്ചിരി എന്തെങ്കിലും ചെയ്യുമ്പോൾ കൈയ്യായപ്പാ ഫുഡാക്കുമ്പോൾ ഞാൻ ഇച്ചിരി അധികം ആക്കും. ഇത്തിരി അധികം വന്നാലും ഞാൻ പിറ്റേ ദിവസം എടുക്കും. എന്നാലും തികയാതെ വരുന്നല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്നോട് അന്നേരം ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയായിരിക്കും. അത് സ്ഥിരം ഇനി കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എങ്ങനെയാണോ കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് വിഷു ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിയുന്ന സമയത്തായിരുന്നു ഓണം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് അന്നേരം ഓണം ഒരുമിച്ചില്ലായിരുന്നല്ലോ. പിന്നെ എല്ലാം പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ തന്നെ. കല്യാണത്തിന് മുമ്പുള്ള സമയമായിരുന്നു ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണത്തിൻ്റെ ഒക്കെ എന്തായിരുന്നു ആ കാലമൊക്കെ. ഞാൻ പറയുന്നത് ചെറുതിലുള്ള സമയം കേട്ടോ. ഒരു 5, 6, 7 ആ ഒരു സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെല്ലാവരും കൂടെ പൂവൊക്കെ പറിക്കാൻ പോണതും ഒരു രസമായിരുന്നു അതൊക്കെ. ആ ഒരു കാലം തിരിച്ചു കിട്ടാത്ത കാലം. നമ്മൾ കുറച്ച് ഗ്യാങ് ഉണ്ടായിരുന്നു അന്ന്. പെൺപിള്ളേർ മാത്രം. ഞാൻ, കീർത്തന, ചിപ്പി, ദേവി, ഞങ്ങളെല്ലാവരും കൂടെ വെളുപ്പിന് പോകുന്നു. അതൊരു ചെറിയ ഈ വാച്ച് വാങ്ങി തന്ന സമയമാണ്. പീരീഡ്സ് ഒക്കെ ആവുന്നതിന് ഫസ്റ്റ് പീരീഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പുള്ള സമയം. പീരീഡ്സ് ആയതിനു ശേഷം അങ്ങനെ പൂ പറിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ വലിയ കുട്ടി അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചിട്ട് വലിയ കുട്ടിയായി. ചെറിയ കുട്ടിയായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. വലിയ കുട്ടി ആവണ്ടായിരുന്നു. അന്നൊക്കെ ക്ലാസ്സില് കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ പ്രായമാവുമല്ലോ. അതാവുമ്പോഴത്തേനും എനിക്ക് എന്താ ആവാത്തത്, ഞാൻ ഇപ്പഴും ചെറുതായിട്ടിരിക്കുന്നത് എന്താന്ന്, ഞാൻ എന്താ വലിയ കുട്ടി ആവാത്തത്. വലിയ കുട്ടി ആവണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. വെളുത്തുള്ളി വാങ്ങണ്ട, ബാക്കി സവോള വാങ്ങണം. എല്ലാം ഒരു ലിസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പണി ഇല്ലാതെ പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാൻ പറ്റും. ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയുള്ളി എല്ലാം പേട്ടാണ്. കാണുമ്പോൾ പൊങ്ങിയിരിക്കുമെങ്കിലും എല്ലാം പോയതാകണ്ടോ. 5-6 എണ്ണമൊക്കെ കിട്ടുള്ളൂ. അയ്യോ, കാശിയേ അടങ്ങണ. ഞാൻ അത്യാവശ്യം നല്ല നോക്കി പറക്കി എടുത്തത്, എന്നാലും എല്ലാം പോയതാണ് കിട്ടിയത്. ഇതാണ് കിലോയ്ക്കാണ് ഭയങ്കര വിലയുവാ. സത്യത്തിൽ ഞാൻ ചെറിയുള്ളി അങ്ങനെ മേടിക്കാറില്ല. ഇങ്ങനെ ഈ താളിപ്പൊക്കെ ആക്കുമ്പോഴത്തേന് കാശിയുടെ ബർത്ത്ഡേയും ബർത്ത്ഡേക്ക് മുമ്പെയാണ് പോയിട്ടുണ്ടായിരുന്നത് സാധനം മേടിക്കാനായിട്ട്. അപ്പൊ അവന്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു, കർക്കിടകവും വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണക്കാക്കി താളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്. 5-6 ഉള്ളു. ഇപ്പൊ പോകുമ്പോഴും നോക്കിയെടുക്കണം, ബാക്കിയെല്ലാം വേസ്റ്റായി. എന്റെ ഓണം എനിക്ക് പറയുമ്പം ഞാൻ അങ്ങനെ പപ്പയുടെ അമ്മേനെയും കൂടെ അങ്ങനെ ഒരുമിച്ച് നിന്ന് എനിക്ക് ഓർമ്മയൊന്നും ഇല്ല കേട്ടോ ഓണത്തിൻ്റെത്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ ഫസ്റ്റ് UAE വരുന്നത്. അതിന് ശേഷമൊന്നും അമ്മ അങ്ങനെ ഓണത്തിനൊന്നും കൂടിയിട്ടൊന്നും ഇല്ല ഒരുമിച്ച്. പപ്പയും അമ്മയും സെപ്പറേറ്റ് ആയിരുന്നു. സോ അതുകൊണ്ടിട്ട് പപ്പയുടെ കൂടെ അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ എല്ലാ കൊല്ലവും പപ്പയുടെ വീട്ടിൽ പോകും. പപ്പയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ ചേട്ടനുണ്ട്, എൻ്റെ വല്യച്ഛൻ, സുരേന്ദ്ര വല്യച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. വല്യച്ഛൻ്റെ അവിടെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പയുണ്ട്. അപ്പയ്ക്കിപ്പോൾ സുഖമില്ല. അപ്പയുടെ ഒരു നമ്പർ എൻ്റെ കയ്യിലില്ല, ഒന്ന് വിളിക്കണം. ഓണമല്ലേ. പപ്പയുടെ ഫാമിലിയായിട്ട് ഭയങ്കര വലിയ ടച്ചൊന്നുമില്ല കേട്ടോ. എല്ലാം അമ്മയുടെ ഫാമിലിയായിട്ടാണ്
കൂടുതൽ അടുപ്പമായാലും എല്ലാം നമുക്ക് എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ളതും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എല്ലാം അമ്മയുടെ ഫാമിലിയാണ്. മറ്റ് പപ്പയുടെ ഫാമിലിയുള്ളവർ സപ്പോർട്ടെല്ലാം നല്ല, നമ്മളും അങ്ങനെ പോവാറില്ല, അവരും അങ്ങനെ വരാറില്ല. ഇപ്പം പിന്നെയും കുറേയൊക്കെ വലുതായതിനു ശേഷം പിന്നെ അടുപ്പൊക്കെ ഉണ്ട്, എങ്കിലും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് വാല്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, സത്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്ന തന്നെയാണല്ലോ. എന്ന് വെച്ചിട്ട് ആരോടും മിണ്ടാതിരിക്കും അങ്ങനെ ഒന്നല്ല കേട്ടോ, എല്ലാവരോടും ചെയ്യും. എന്നാലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ചിലർക്ക് അമ്മയുടെ ഫാമിലിയൊക്കെയും കൂടുതൽ അടുപ്പം അച്ഛൻ്റെ ഫാമിലിയോടായിരിക്കും. അങ്ങനെയായിരിക്കും. എൻ്റെ അനിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്മാരെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയുടെ മക്കള്, അവർ കൂടുതലും അവരുടെ അച്ഛൻ്റെ സൈഡിലാണ് നിന്നിട്ടുള്ളത്. അവരുടെ അടുത്ത് തന്നെയാണ്, അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം അവരുടെ അച്ഛൻ്റെ ഫാമിലിയോടാണ്. അതുപോലെ എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയും ചേട്ടനും ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ വലിയ വെച്ചിരുത്. ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് 4 പെൺമക്കളാണ്. അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ മിസ്സിന് അവർ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പം അവർ കൂടുതൽ അടുപ്പം ഈ അച്ഛൻ്റെ ഫാമിലി ആയിട്ടാണ്. ഞങ്ങളുടെ മൂത്ത വലിയമ്മച്ചുണ്ട്, എൻ്റെ പൊമ്മോളമ്മയും കൂടെ നിന്നിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പം പൊമ്മോളമ്മയൊക്കെ വീട് വാങ്ങി നമ്മുടെ കുടുംബ വീടാണ് വലിയമ്മച്ചൊക്കെ വാങ്ങിയിരിക്കുന്നത്, അമ്മാമ്മേൻ്റെയൊക്കെ തറവാട് വീട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയും ഇവരൊക്കെ നിന്നിട്ടുള്ള ചേട്ടനൊക്കെ ഇപ്പം എൻ്റെ കൂടെയുള്ള ചേട്ടനുണ്ടല്ലോ, അപ്പം അവരൊക്കെ നിന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലാണ്. അപ്പം കൂടുതലെടുക്കും അമ്മ വീട്ടുകാരോടാ. അയാൾക്ക് എല്ലാവർക്കും ഉണ്ടാവാം. ആണോ? എന്തരോ പറഞ്ഞു. ഓണത്തിനായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. എൻ്റെ ഓണം മെമ്മറീസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതയത്തിലാണ്. എൻ്റെ അപ്പയുടെ വീട്ടിൽ ചതയത്തിലാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഓണം കൂടിയിട്ട് അവിട്ടത്തിലാണ് അപ്പയുടെ. അപ്പം വീട്ടിൽ ചതയാഘോഷവും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ചതയത്തിലല്ലേ. നമ്മൾ ഈദമാസമാണ് കേട്ടോ. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ്, ചതയത്തിൻ്റെ അന്നാണ് വീട്ടിലൊക്കെ ആഘോഷം വരുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ വരും. അവിട്ടത്തിൻ്റെ അന്ന് കുഞ്ഞമ്മയുടെ വീട്ടിൽ ആഘോഷിക്കും ഈ പ്രാവശ്യം. പിന്നെ ഇപ്പം എല്ലാവരും മാറിപ്പോയി. ഓണത്തിനും വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഉള്ള ഇതൊക്കെ ഉള്ളൂ. ഈ വർഷമൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണോ എനിക്കും അറിയത്തില്ല. എല്ലാം മാറ്റങ്ങളായില്ലേ. എല്ലാവരും വളർന്ന് എല്ലാവരും ജോലിക്കാരായി, പലരും പല വഴിക്കായി. ഇനി എന്താ ചെയ്യാ? എന്തൊക്കെയോ പണിയുണ്ട്. ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓണം മെമ്മറീസ് ഒക്കെ ഇതൊക്കെയാണ് എൻ്റെത്. ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ഓണം എന്ന് പറയുമ്പം അതൊരു ഓർമ്മ തന്നെയാണ് എല്ലാവർക്കും. ഇതൊക്കെ കൊണ്ട് വെളിയിൽ വെക്കട്ടെ, ഇന്ന് കഴിയാനുണ്ട്. ഇതിനകത്ത് പുട്ടാക്കി വെച്ച് കാശ് കൊടുക്കാനേ. ഒരുവിധം ഇവിടുത്തെ കണ്ടിനെ ക്ലീനായതൊന്നും തോന്നുന്നില്ല, പക്ഷെ ഞാൻ പുട്ടും പൊടിയും വരെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് പറക്കി കളഞ്ഞു. ഇനി ഇവിടെ ഒരു റൗണ്ട് 2 റൗണ്ട് തൂക്കി കഴിഞ്ഞു. പിന്നെ ഇനി ഒന്ന് തുടയ്ക്കണം. അപ്പം അടുക്കളയിലെ പണി കംപ്ലീറ്റ് ആവും. പിന്നെ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് സാക്ഷിയെ ഭയങ്കര കിളമാരുടെ മോളോട് സഹിക്കാൻ വയ്യാത്തത്. ഭിത്തി എല്ലാവരും തുടച്ച് എല്ലാം ചെയ്ത് ഈ കബോർഡ് ഇളകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് റൂമിനെ കൊണ്ട് ഇളക്കിച്ചിട്ട് അവൻ അത് ശരിയാക്കി തന്ന് അതിൻ്റെ അകത്തെല്ലാം ഒതുക്കി പറക്കി വെച്ച് അങ്ങനെ ഒരുവിധം പണികളെല്ലാം തീർത്ത്. അടുക്കളയിൽ മാത്രം. ഇനി ബെഡ്റൂമുണ്ട്, പിന്നെ ഹോളുണ്ട്, പൂജാ റൂമിൻ്റെ അവിടെ ക്ലീൻ ചെയ്യണം, വിളക്ക് തേച്ച് കഴുകണം. തുടങ്ങിയപ്പോഴല്ലേ ഇത്ര കട്ടിയുള്ള പണികളാണ് നമുക്ക്. ഞാൻ പിന്നെ വീഡിയോ കട്ടാക്കി എടുക്കാന്ന് വെച്ചാൽ അപ്പൊ തന്നെ അത് ഞാൻ അവിടെ ജ്യൂസ് കുടിച്ചത്.
ലോലിപോപ്പ് കൊടുപ്പുണ്ട് ഇടയ്ക്ക് എന്നാലും മേളമാണ് സഹിക്കാൻ വേണ്ടത്. ബാൽക്കണി ചെയ്യാനുണ്ട്. എന്ത് ശിവ എടാ അത് ഓ എന്തിനെ ഇറക്കി ചെറുതീട്ട് വലിയ എല്ലാത്തരം കവറുകളും ഉണ്ട്. ഇതൊക്കെ വേസ്റ്റ് കളയാൻ വേണ്ടിട്ടേ ഞാൻ എടുത്തെടുത്തെടുത്ത് വെക്കുന്നതാണ്. വേസ്റ്റിന്റെ കവർ ഉണ്ട് എങ്കിലും ഇത് യൂസ് ചെയ്യാമല്ലോ. കിച്ചണിലെ കാണുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കവറുകളാണുള്ളത്. അത് എന്ത് വാങ്ങിയാലും ഇപ്പം കവർ ഇട്ടത് എല്ലായിടത്തും ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് വെക്കും. നനഞ്ഞത് മാത്രമുള്ള എടുക്കാത്തത്. നനഞ്ഞതൊന്നും അങ്ങനെ വരാറില്ല. ഈ മീനൊക്കെ വാങ്ങുന്ന കവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കൂല, ബാക്കിയൊക്കെ ഞാൻ എടുക്കും. വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന കവറൊക്കെ വെച്ചാൽ അതാണൊക്കെ എടുത്ത് വെച്ചത്. ഇതൊക്കെ എന്നൊക്കെ കവറാണ്. നമ്മുടെ നാട്ടിലിപ്പം പ്ലാസ്റ്റിക് കവർ കിട്ടത്തില്ലാന്ന് തോന്നുന്നു. ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഈ പൂക്കച്ചവടം ചെയ്യുന്നവരടുത്ത് പോയിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയോ അവർ ഈ കവറുകളൊക്കെ പിടിച്ചുകൊണ്ട് പോണതായിട്ട് കണ്ടു. വേറെ എന്തെല്ലാം കാര്യങ്ങളൊന്ന് നാട്ടിൽ പിടിക്കും. കുറ്റം പറയില്ല എന്നാലും ഇവിടെ പിന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് അവർ ഇതാക്കി കളയും, നശിപ്പിച്ച് കളയും, റീസൈക്കിൾ ചെയ്യും. അതുകൊണ്ടിട്ടായിരിക്കാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊക്കെ ഉണ്ടല്ലോ. പോകുമോ പറയുന്ന കേട്ടിട്ടുണ്ട്. കളറായി കവർ വെറുതെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാറ്റ കയറും. പാറ്റ കൊണ്ടിട്ടാണ് സഹിക്കാൻ വയ്യാത്തത്. തോന്നെടുത്തും പിടിക്കുന്നിടത്തൊക്കെ പാറ്റ. കട്ടിലൊരു നിറച്ചില്ല. കട്ടിലിപ്പോൾ മാറ്റുമ്പോൾ കാണാം ഈ നടിയിൽ എന്താണെന്ന്. അവരുടെ കൊട്ടാരമാണ്. മൊത്തത്തിൽ ഇറക്കി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പോത്തൊന്നും പറയാൻ പറ്റാൻ പറഞ്ഞു. പാറ്റയുടെ കാര്യം പറഞ്ഞത്. എങ്കിൽ അവിടെ തന്നെ മാപ്പ് കൊടുത്ത് വരികയും വീട്ടിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു അവരൊന്നും ഉച്ചയ്ക്ക് വിളിച്ചു. ഉച്ചക്കല്ല ഒരു 4 മണിയൊക്കെ ആയിട്ട് വിളിച്ച് വെക്കുക. ഇപ്പോൾ സമയം 6:30. ഞാൻ ഇപ്പോൾ 1:30 തുടങ്ങിയ കഴിക്കണം. ഞാൻ കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം ഫോണിൽ കളിക്കും, പിന്നെയും ചെയ്യും. ഒച്ച കഴിഞ്ഞ് നിന്നിട്ട് എല്ലാം കൂടെ ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഉമ്മാമ്മ എടുത്ത് ജോലി എന്തെങ്കിലും ഒരു പണി കയറി കഴിഞ്ഞാൽ മൊത്തം ചെയ്ത് തീർക്കാതെ അത് നനഞ്ഞില്ല. ചെയ്തു പറ്റില്ല. കുളിക്കണ്ട, ഇത് വേസ്റ്റിൽ കൊണ്ടിട്ടേക്കുന്ന. എന്നാൽ ഇപ്പം
തന്നപ്പോൾ മേടിച്ചത്. ആദ്യം ഇവന്മാരെ കുറെ കളിപ്പാട്ടങ്ങൾ വരി കളിക്കുന്നത്. ഈ റൂമിൻ്റെ അകം കണ്ടോ ഞമ്മിനെ കണ്ടോ? ഫുള്ള് അവന്മാരുടെ ടോയ്സ്. ഈ ഓടുന്നതൊക്കെ പാറ്റയാണ്. കണ്ട കണ്ട കണ്ട. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇത് പിന്നെ മൊത്തം ഇങ്ങനെ കിടക്കാണ്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്നിട്ടേക്ക്. ഓ ഇങ്ങോട്ട് വെക്കാനാണോ? ഇവിടെ ക്ലീൻ ചെയ്തിട്ടേക്കാം. ക്ലീൻ ചെയ്ത് 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 കണ്ടോ കട്ടിലൊക്കെ മാറ്റിയപ്പോഴത്തേന് പാറ്റ. പിന്നെ ഞങ്ങൾ വെച്ച് പാറ്റയെ അടിക്കാമെന്ന്. പാറ്റയ്ക്ക് സ്പ്രേ മേടിച്ചിട്ടുണ്ട്. ഇപ്പം എത്ര ബോട്ടിൽ വാങ്ങി ഞങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. അത്രയൊക്കെ ഉണ്ടാവും. കുറേ ഉണ്ടായിരുന്നു. യുഎഇയിൽ പ്രത്യേകിച്ച് ഈ സ്പ്രേ മേടിച്ചാൽ മതി. എന്നാ പിഫാഫിന്റെ ബ്ലാക്ക് റെഡ് മേടിക്കരുത്. റെഡിന് ഒരു കാര്യമില്ല. അത് കൊള്ളത്തില്ല. ബ്ലാക്ക് തന്നെ ചോദിച്ചു മേടിക്കണം. എത്ര പാറ്റ കൂടുതലുണ്ടെങ്കിൽ ഒരു 20 ബോട്ടിൽ മേടിച്ചു. ഒരു 20 ബോട്ടിൽ മേടിച്ചു. ഇതെല്ലാം ഈ പാറ്റന്റെ വേസ്റ്റ്. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് 3 ബോട്ടിൽ മേടിച്ച്. പുറത്തുനിന്ന് ഞാൻ 4 ബോട്ടിൽ മേടിച്ചു. 4 അല്ല, നമ്മൾ 5 മേടിച്ചു. 5 മേടിച്ചു. അയ്യോ ഇവിടുത്തെ പണി മൊത്തം ഗോകുവട്ടെ ചെയ്തത്. എനിക്ക് പണിയൊക്കെ കുറവായിരുന്നു. ഇതില്ലേ നീ ഒരു മോപ്പ് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് തുടച്ചിട്ട് ഇതൊന്ന് കൊടുത്താൽ ശരി. ഈ സംഭവം ഈ ഫ്ലാറ്റില് പാറ്റൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവിടുന്ന് വന്നപ്പോൾ ഒന്നാമത് കൂടി കയറിയതാ. അങ്ങനെ അവിടുന്ന് ഇവിടെ കിട്ടിയത്. ഇവിടെ പാറ്റ ഇല്ലായിരുന്നു. അല്ലാണ്ട് അമ്മ താമസിക്കുന്ന സമയത്ത് പാറ്റ ഇല്ലായിരുന്നു. നമ്മളെല്ലാം കളറിന് കെട്ടി കെട്ടി വെച്ചിട്ട് അത് കടന്ന് കൊണ്ടുവന്നത് ഈ ഇതേപോലത്തെ കറുത്ത കളറിനകത്ത്. ഇത് താഴെ എത്തിക്കുന്ന ഈ കളറ് ഏത് വെളിയില്? അവിടെയോ? ഈ കവറുകളോ? ഇവിടെ പോകുമ്പോൾ ഇതിനകത്ത് പാറ്റ ഇടുന്നുണ്ട്. അവിടെ ഇരിക്കുന്നതിനകത്തെല്ലാം കയറില്ലേ? ഇവിടൊക്കെ ഇരുന്ന് എല്ലായിടത്തും പാൽക്കണിൽ വെച്ചിട്ടത്. ഞാൻ പറഞ്ഞത് നീ ഇവിടെ തുടയ്ക്കാം. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ കളഞ്ഞിട്ട് വരാം. വലിയ വെയിറ്റ് ഒന്നും ഇല്ല. പുറത്ത് ആള് വേണോ? ഇവിടെ കെട്ടിയപ്പോ ഒരു 10 മണിയായിട്ടുണ്ട്. ഇപ്പൊ 9 മണിയായി. എന്തായാലും 10 മണിയാവും. പൈസ ഉണ്ടല്ലോ. ഞങ്ങള് വേറെ ഞങ്ങൾ പുറത്തോട്ട് എവിടെയെങ്കിലും റൂം എടുത്ത് നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. കാര്യം പിള്ളേരെ അന്നേരം കൊടുത്തു വിട്ട് ചേട്ടനെ വിളിച്ചെടുത്തിട്ട് ഇരിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അതിനിടയ്ക്ക് ഈ ഹിറ്റ് മേടിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുള്ള വീടാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. മാറ്റിയിട്ടേ ചെയ്യാവുള്ളൂ. ഒരു ദിവസം അടച്ചിട്ടേക്ക് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും മാറിയാലോ നീ ആലോചിക്കുക. എനിക്കറിയില്ല. ദൈവമൊക്കെ പോയിട്ടില്ല. വെറുതെ അല്ല, ഭയങ്കര എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റ്. ഒന്ന് തളർന്നു പോകുന്ന പോലെ.
കട്ടിൽ കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് ടോപ്പിൽ കിടക്കുന്നതിനാണ് കട്ടിൽ അടിക്കൊക്കെ എല്ലാം പോവുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2-3 ലിറ്റർ കൂടെ മേടിച്ച് തൂത്തിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് പോവാം. അല്ല അവിടെ പൊടി ഉണ്ടല്ലോ, ആ പൊടി എന്തിയാ പൊടി ഇരിപ്പുണ്ടോ? നെറ്റോണ്ട് വിനാഗിരിയുണ്ട്. വിനാഗിരി ഒഴിക്കാൻ സ്പ്രേ ഉണ്ടോ? സ്പ്രേ ബോട്ടിൽ ഉണ്ടോ? ചെറിയൊരു വാല്യൂ ഓരോ കപ്പിൾ വിളിച്ചാക്കിയാണ് ചൂട് ചൂടുള്ള ആ ചെയ്യും പ്ലഗ് കുത്തിയില്ല അതിനകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത്, നോക്കൂ പ്ലഗ് കുത്തിയില്ല അപ്പൊ നീന്ന് പറഞ്ഞത് അത് കുഴപ്പമില്ല. അല്ല പ്ലഗ് ആൾക്കാർ ഇവിടെ കുത്താം, തൽക്കാലം ഇവിടെ എടുക്കാം. നീ ഞാൻ വാങ്ങി കിടക്കും കഴിക്കാം. കയ്യിലൊക്കെ മനസ്സുണ്ട്. കുറച്ച് ദിവസം മുന്നേ നോക്കണ്ടായിരുന്നത്, ഇപ്പോഴാ തോന്നുന്നത്. നാളെ ഉത്രാടമായിട്ട് എന്റെ ദൈവമേ എനിക്ക് വയ്യ. നാളെ ഇവിടെ വന്നിതെല്ലാം ഒതുക്കി തുണി ഒത്തിരി മടക്കാൻ എല്ലാവരും പുറത്ത് വെച്ചേക്കുന്നത്. അതെല്ലാം മടക്കിയില്ലാത്ത കയറ്റി ഞാൻ വിചാരിച്ചു നാളത്തേക്ക് ഉടങ്ങി മറ്റന്നാൾ എനിക്കറിയത്തില്ല. ഇവരും കൂടി ഇല്ലാതെ ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു കാണുന്ന നിർത്താൻ അടിച്ചു പഠിക്കാൻ പോയത്. ഞാൻ 1 മണിയായിട്ട് തുടങ്ങിയത് അവിടെ അടുക്കള ക്ലീൻ ചെയ്യാൻ. കഴിച്ചിട്ട് കാണാം. നീ കാണാമല്ലേ? നീ കാണാൻ നിന്നെ കുഴപ്പമില്ല. വിശക്കുന്നു. അഞ്ചെണ്ണം വിളിക്കട്ടെ. അപ്പൊ ശരി, പിള്ളേർക്ക് ഫുഡ് കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടച്ച. ഇപ്പം സമയം രാത്രി 1 മണി. ഇവിടെ നിൽക്കാനായിട്ട് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ അമ്മ നിർബന്ധം. ലാസ്റ്റ് അയ്യോ ഈ വെള്ളം കളഞ്ഞിട്ട് പോയാലും വിഷയമാണല്ലോ. ഇതോട് ഞാൻ പറഞ്ഞ വെള്ളം കളഞ്ഞു. ലാസ്റ്റ് ഇത് കിട്ടിയതെല്ലാം പറയിക്കിട്ട് ഞങ്ങൾ പോവുകയാണ്. ഓണം വെളിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഒന്നും ഒതുക്കിയില്ല. ഇവിടെ മറ്റേ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വിളിയോട് വിളി. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ നമുക്ക് വേറെ വീഡിയോ ഇട്ട് കാണാൻ.